ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച ഈ പാലയൂർ ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടന പദയാത്രയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ച പുലർച്ചെ 4-ന് അർപ്പിക്കുന്ന ദിവ്യബലിയോടെ തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നിന്ന് മുഖ്യ തീർത്ഥാടന പദയാത്ര പുറപ്പെടും. അമല പറപ്പൂർ വഴി 11 മണിയോടെ പാലയൂരിൽ എത്തിച്ചേരും. വടക്കാഞ്ചേരി, വേലൂർ, ചേലക്കര, എരുമപ്പെട്ടി, കൊട്ടേക്കാട്, ഒല്ലൂർ, കണ്ടശാങ്കടവ്, പഴുവിൽ മേഖലകളിൽ നിന്നുള്ള പദയാത്രകളും ഉച്ചയോടെ പാലയൂരിൽ എത്തിച്ചേരും. മുഴുവൻ തീർത്ഥാടകർക്കുമായി രാവിലെ 11 മുതൽ നേർച്ചഭക്ഷണ വിതരണം ആരംഭിക്കും. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മറ്റു തീർത്ഥാടകർ പാവരട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്ന് ഉച്ചയ്ക്ക് 2-ന് അർപ്പിക്കുന്ന ദിവ്യബലിക്ക് ശേഷം പാലയൂരിലേക്ക് പുറപ്പെടും. വികാരി ജനറാളുമാർ പദയാത്രകൾക്ക് നേതൃത്വം നൽകും. തീർത്ഥാടനത്തിന്റെ രജത ജൂബിലി ആയതിനാൽ കാരുണ്യത്തിന് പ്രാധാന്യം നൽകിയാണ് ഇത്തവണ 25ാം വാർഷിക തീർത്ഥാടനം നടത്തുന്നതെന്ന് വർക്കിംഗ് ചെയർമാനും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രസിഡന്റുമായ റവറന്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. രജത ജൂബിലി വർഷത്തിൽ വിവിധ കാരുണ്യ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും ആർച്ച് പ്രീസ്റ്റ് കൂട്ടിച്ചേർത്തു. പദയാത്ര ആരംഭിച്ച് 25ാമത്തെ വർഷമാണ്. സിൽവർ ജൂബിലി ആഘോഷമാണ്. അഭിമന്യ മാർ ജേക്കബ് തൂങ്കുഴിപിതാവാണ് ഈ പദയാത്ര ആരംഭിച്ചത്. അന്നു മുതൽ എല്ലാ വർഷവും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും മാതൃക സ്വീകരിച്ചുകൊണ്ട് നാനാജാതി മതസ്ഥർ ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരുന്നു. ഈ വർഷത്തിന് മറ്റൊരു പ്രത്യേകത മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 വർഷമാണ്. ആ വർഷം ഇവിടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അത് ചെയ്യുന്നതും മാർ ജേക്കബ് മനത്തോടത്ത് പിതാവാണ്. രജത ജൂബിലിയോട് അനുബന്ധിച്ച് ഈ വർഷം നമ്മൾ ചെയ്യുന്നത് രോഗികൾക്ക് ഉള്ള ധനസഹായമാണ്. ഒപ്പം തന്നെ മറ്റു കാരുണ്യ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യത്തെ തുടക്കമായിട്ട് പാലയൂർ ഫൊറോനയിലുള്ള എല്ലാ പള്ളികളിൽ നിന്നും ഒരു ആളേക്കെങ്കിലും നമ്മുടെ ഈ ഡയാലിസിസിനുള്ള സംഭാവന നൽകുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. പാലയൂർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടത്തിവരുന്ന കൺവെൻഷൻ അതിരൂപത കരിസ്മാറ്റിക് മൂവ്മെന്റ് ഡയറക്ടർ ഫാദർ ഷാജൻ തേർമടമാണ് നയിക്കുന്നത്. വൈകിട്ട് 5 മുതൽ 9 വരെ പാലയൂർ തീർത്ഥകേന്ദ്രത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത്. തീർത്ഥാടനത്തിന്റെ ഭാഗമായി തീർത്ഥകുളക്കരയിൽ 1 മാസം നീണ്ട ഏകദിന പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. പാലയൂർ പള്ളിയിലേക്കുള്ള തീർത്ഥാടന പദയാത്രയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് 4-ന് പൊതുസമ്മേളനം ആരംഭിക്കും. പാലയൂർ മഹാതീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് രൂപത ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യ അതിഥിയാകും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. സഹായമെത്രാൻമാർ ടോണി നിലങ്കാവിൽ പ്രസംഗിക്കും. ഗേറ്റിൽ വെച്ച് പേപ്പൽ പതാക സ്വീകരിച്ച ശേഷം ബിഷപ്പുമാർ ചേർന്ന് മഹാതീർത്ഥാടനത്തിന്റെ രജത ജൂബിലിയുടെ ഓർമ്മയിൽ 25 ബലൂണുകൾ പറത്തും. പൊതുസമ്മേളനത്തിന് ശേഷം സമൂഹ ദിവ്യബലി ആരംഭിക്കും. 10,000-കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ പാലയൂർ മഹാതീർത്ഥാടനം ഷെക്കേന ന്യൂസിൽ ഞായറാഴ്ച 3:30 മുതൽ തത്സമയം സംപ്രേഷണം ചെയ്യും. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ധീര രക്തസാക്ഷിത്വത്തിന്റെ സ്മരണകളെരമ്പുന്ന പാലയൂരിന്റെ പുണ്യഭൂമിയിലേക്ക് യേശുവിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് കുരിശും ജപമാലയും കൈകളിലേന്തി തീർത്ഥാടന പദയാത്രയിൽ പങ്കെടുക്കാൻ 10,000-ങ്ങളായിരിക്കും എത്തിച്ചേരുക. പാലയൂരിൽ നിന്ന് ക്യാമറമാൻ നിതിൻ ആന്റണിക്കൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്. ഭാരതത്തിന്റെ അപ്പസ്തോലൻ മാർ തോമാസ് ശ്ലീഹ സ്ഥാപിച്ച പാലയൂർ പള്ളിയിലേക്കുള്ള തീർത്ഥാടന പദയാത്രയുടെ രജത ജൂബിലി വർഷത്തിൽ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ തത്സമയ സംരക്ഷണവുമായി ഷെക്കേന ന്യൂസ്. 25ാമത് പാലയൂർ മഹാതീർത്ഥാടനം, പദയാത്രയും പൊതുസമ്മേളനവും രജത ജൂബിലി ആഘോഷവും ഏപ്രിൽ 3 ഞായർ ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ തത്സമയം.